നമസ്കാരം കൂട്ടുകാരെ, പവൻ ട്രേഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടിന്റെ ഒരു പ്രധാന ഭാഗമാണ് ബാത്റൂമിന്റെ ഏരിയ വരുന്നത്. പലപ്പോഴും ബാത്റൂമിന്റെ വർക്കൊക്കെ കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഫിറ്റിംഗ്സിന്റെയും അതുപോലെ തന്നെ ടൈൽസിന്റെ ഒക്കെ വർക്ക് കഴിയുമ്പോൾ ബാത്റൂം ഇടുങ്ങിപ്പോയതുപോലൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ചെറിയ ബാത്റൂം എങ്ങനെ വലുതായിട്ട് നമുക്ക് സ്പേഷ്യസ് ആയിട്ട് തോന്നിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കും അതുപോലെ തന്നെ പഴയ വീട് റിനോവേഷൻ ചെയ്യുന്നവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക. അതുപോലെ തന്നെ കൂട്ടുകാരെ, നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഒരു 6 പോയിന്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ 6 പോയിന്റുകളും നമ്മുടെ ഈ ബാത്റൂമിനെ സ്പേഷ്യസ് ആക്കാൻ സഹായിക്കുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഈ 6 പോയിന്റുകൾ ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ നമ്മൾ ബാത്റൂം ടൈലൊട്ടിക്കുമ്പോഴും അതുപോലെ തന്നെ ഫിറ്റിങ്സ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഈ 6 പോയിന്റുകൾ ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യാമെങ്കിൽ നമ്മുടെ ബാത്റൂം ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കും. അപ്പോൾ നമുക്ക് ആ 6 പോയിന്റുകളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്തുവാന്ന് നോക്കിക്കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് ടൈൽ സൈസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം, പണ്ടൊക്കെ നമ്മുടെ ഈ ബാത്റൂമിന്റെ വോളിലേക്ക് 1:1 അല്ലെങ്കിൽ 1:1.5 അല്ലെങ്കിൽ 15:10 ഇങ്ങനത്തെ സൈസ് ടൈലുകളാണ് ഏറ്റവും കൂടുതൽ ബാത്റൂമിന്റെ വോളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനത്തെ സൈസ് ടൈലുകൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഇത് ജോയിന്റ് കൂടുതലാണ്. ഈ ജോയിന്റ് കൂടുതൽ നമ്മുടെ ബാത്റൂമിന്റെ വോളിൽ വരുമ്പോൾ തന്നെ അത് കുറച്ച് ഇടുങ്ങിയതുപോലെ തന്നെ തോന്നും. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ഇപ്പോൾ വലിയ ടൈലുകൾ വരുന്നുണ്ട് നമ്മുടെ ബാത്റൂം വോളിലേക്ക്. ഇതിന് പരിഹാരമായിട്ട് നമ്മൾ 4x2 ടൈലുകൾ തൊട്ട് മേളിലോട്ടുള്ള സൈസുകൾ നമ്മുടെ ബാത്റൂമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ജോയിന്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് നമ്മുടെ ബാത്റൂം തോന്നിക്കും. അപ്പൊ കൂട്ടുകാരെ, രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ടൈലിന്റെ കളർ സെലക്ഷൻ ആണ്. നമ്മൾ ബാത്റൂമിന്റെ വോളിലേക്ക്, അതായത് ചെറിയ ബാത്റൂമിന്റെ വോളിലേക്കൊക്കെ നമ്മൾ ടൈല് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ കളർ ചോയ്സ് നമ്മൾ ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കും. പ്രത്യേകിച്ച് ബീജ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡ്, ഈ ഷെയ്ഡുകളെല്ലാം നമ്മുടെ ബാത്റൂമിന്റെ വോള് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാത്റൂം ഒരുപാട് ഇടുങ്ങിയതുപോലെ തന്നെ ഉണ്ടാവും. ഈ ലൈറ്റ് ഷെയ്ഡിന്റെ പ്രത്യേകത, വേറൊരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് റിഫ്ലക്ഷൻ കൂടുതലായിട്ട് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് നമ്മുടെ ബാത്റൂം തോന്നുകയും ചെയ്യും. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ മൂന്നാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലിന്റെ സർഫസ് സെലക്ഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഗ്ലോസി ഫിനിഷിലാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ് റിഫ്ലക്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മാറ്റ് സർഫസിൽ ലൈറ്റ് റിഫ്ലക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാത്റൂമിന്റെ വോൾ ടൈൽ സെലക്ട് ചെയ്യുമ്പോൾ ഗ്ലോസി ഫിനിഷ് ടൈല് വോളിലേക്ക് കൊടുക്കാമെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് റിഫ്ലക്ഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് നമ്മുടെ ബാത്റൂം തോന്നുകയും ചെയ്യും. മാറ്റ് ഫിനിഷ് ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്ഷൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബാത്റൂം കുറച്ചുകൂടെ ഇടുങ്ങിയതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് ഗ്ലോസി ഫിനിഷ് ടൈലുകൾ തന്നെ നമ്മുടെ ബാത്റൂമിന്റെ വോൾ ടൈലായിട്ട് ചൂസ് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് റിഫ്ലക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് നമ്മുടെ ബാത്റൂം തോന്നുകയും ചെയ്യും. അപ്പൊ കൂട്ടുകാരെ, ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. നാലാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റ് അല്ലെങ്കിൽ EWC സെലക്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ ഫ്ലോർ മൗണ്ട് ക്ലോസറ്റ് വെക്കാം, ഇല്ലെങ്കിൽ വാൾ മൗണ്ട് ക്ലോസറ്റ് വെക്കാം. എപ്പോഴും വാൾ മൗണ്ട് ക്ലോസറ്റ് ആണ് കുറച്ചുകൂടെ സ്പേസ് കുറച്ചെടുക്കുന്നത്. വാൾ മൗണ്ട് ക്ലോസറ്റ് കുറച്ചുകൂടെ സ്പേസ് കുറച്ചേ എടുക്കുള്ളൂ ഫ്ലോർ മൗണ്ട് ക്ലോസറ്റിനേക്കാളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാത്റൂം കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നണമെങ്കിൽ ഫ്ലോർ മൗണ്ട് ക്ലോസറ്റിനേക്കാളും വാൾ മൗണ്ട് ക്ലോസറ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ ഫ്ലോർ മൗണ്ട് ക്ലോസറ്റിനേക്കാളും വാൾ മൗണ്ട് ക്ലോസറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലക്ഷറിയസ് ഫീൽ നമുക്ക് കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ വാൾ മൗണ്ട് ക്ലോസറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കൊടുക്കുക. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പേസേ അത് എടുക്കുള്ളൂ. അതുപോലെ തന്നെ കുറച്ചുകൂടെ ലക്ഷറി ഫീല് നമുക്ക് അത് തരികയും ചെയ്യും ഈ വാൾ മൗണ്ട് ക്ലോസറ്റ്. അതുകൊണ്ട് നമുക്ക് വാൾ മൗണ്ട് ക്ലോസറ്റ് ബാത്റൂമിലേക്ക് കൊടുക്കാമെങ്കിൽ നമുക്ക് സ്പേസ് കുറച്ചേ എടുക്കുള്ളൂ. അതുപോലെ തന്നെ കുറച്ചുകൂടെ ലക്ഷറിയസ് ഫീല് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാത്റൂം കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കുകയും ചെയ്യും. അപ്പൊ കൂട്ടുകാരെ, അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് മിററിന്റെ യൂസിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ബാത്റൂമിൽ വാഷ് ബേസിനൊക്കെ വെക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു മിറർ വെക്കാറുണ്ട്. ആ മിറർ കുറച്ച് വലുപ്പമുള്ള മിറർ വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ബാത്റൂം കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിററിന് ഒന്നാമത് ലൈറ്റ് റിഫ്ലക്ഷന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ ലൈറ്റ് റിഫ്ലക്ഷൻ തന്നെയാണ് അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. മിറർ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഒന്നുകൂടെ റിഫ്ലക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബാത്റൂം സ്പേഷ്യസ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ആറാമത്തെ പോയിന്റ് എന്തുവാന്ന് നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെ ബാത്റൂമിന്റെ വോളിലേക്കും ഫ്ലോറിലേക്കും ഒരേ കളർ ഷെയ്ഡ് ഇട്ട് കൊടുക്കുക എന്നാണ്. ഇപ്പൊ ബാത്റൂമിന്റെ വോളിലേക്ക് നമ്മൾ ഒരു ബീജ് കളർ എടുത്തു, അപ്പോൾ ഫ്ലോറിലേക്കും ഒരു ബീജ് കളർ മാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിന്റെ വോളും ഫ്ലോറുമായിട്ട് ഒരു പാർട്ടീഷൻ തോന്നത്തില്ല. ഇപ്പൊ നമ്മൾ ബാത്റൂമിന്റെ വോളിലേക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തു, ഫ്ലോറിലേക്ക് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാമെങ്കിൽ ഒരു പാർട്ടീഷൻ തോന്നും. അങ്ങനത്തെ ഒരു പാർട്ടീഷൻ നമുക്ക് അതിൽ തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ലൈറ്റ് റിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മുടെ വോളിലേക്കും ഫ്ലോറിലേക്കും ഒരേ ടൈപ്പ് ഷെയ്ഡുകൾ ഇടുവാണെങ്കിൽ ലൈറ്റ് റിഫ്ലക്ഷൻ കൂടുതൽ തോന്നിക്കും. ഇപ്പൊ ഡാർക്ക് ഷെയ്ഡ് ഒക്കെ ഫ്ലോറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്ഷൻ കുറയും. അതുകൊണ്ട് തന്നെ ബാത്റൂം ഇടുങ്ങിയതുപോലെ തോന്നും, പാർട്ടീഷൻ ആയിട്ട് തോന്നും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വോളിലേക്കും ഫ്ലോറിലേക്കും ഒരേ കളർ ഷെയ്ഡ് ഇട്ട് കൊടുക്കാമെങ്കിൽ ബാത്റൂം നല്ല വലുപ്പം തോന്നിക്കും. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്ന് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി കണ്ടന്റുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തുടർന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.